മഹത്തായ 87 വർഷങ്ങൾ ജാതി വ്യവസ്ഥിതിയും അനാചാരങ്ങളും കൊടികുത്തിവാണിരുന്ന ഭാരതമണ്ണിലെ കേരളം. ആ കേരളത്തിൽ ഇന്ന് 2023 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം അനുവദിച്ചതിൻ്റെ 87 വർഷങ്ങൾ പൂർത്തിയാകുന്നു. ജാതി വ്യവസ്ഥകൾക്കും അനാചാരങ്ങൾക്കും മധ്യേ താണജാതിക്കാർക്ക് ക്ഷേത്ര പരിസരത്തോ ക്ഷേത്രങ്ങളിലോ പ്രവേശനം അനുവദിക്കാത്ത കാലയളവ്. അങ്ങനെയിരിക്കെ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തിരുവിതാംകൂറിലാണ് ആദ്യമായി പ്രതിഷേധം ആരംഭിക്കുന്നത്. ഇന്ത്യയിലാകട്ടെ കേരളത്തിലാകട്ടെ ബ്രിട്ടീഷുകാരുടെ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വിദ്യാഭ്യാസം നേടിയ ഭാരതീയർ പുരോഗമനവാദത്തിലേക്ക് കടക്കുന്നു. അത്തരം പുരോഗമനവാദികളാണ് ഇത്തരം ജാതി വ്യവസ്ഥിതിക്ക് എതിരെ ആദ്യമായി ശബ്ദമുയർത്തിയത്. തിരുവിതാംകൂറിലെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായപ്പോൾ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവായ TK മാധവൻ ചെയ്ത കാര്യവും ഇത് തന്നെ. 1918 ശ്രീമൂലം പ്രജാസഭയിൽ ക്ഷേത്രപ്രവേശന വിളംബര പ്രമേയം അവതരിപ്പിച്ചു. ഈ പ്രമേയം അവതരിപ്പിച്ച സമയത്ത് എതിർപ്പുകൾ ഉണ്ടായെങ്കിലും അദ്ദേഹത്തെ അനുകൂലിക്കുവാനും തയ്യാറായ ജനങ്ങളുണ്ടായിരുന്നു എന്നത് പരമസത്യം. എങ്കിലും ആ പ്രമേയം പാസ്സാക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ആശയം നിയമമാക്കപ്പെട്ടില്ല. തുടർന്ന് തിരുവിതാംകൂറിൽ TK മാധവന്റെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹം നടക്കുകയാണ്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിൽ കൂടി എങ്കിലും അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണം. ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്ത് ആരംഭിച്ച ഈ പ്രക്ഷോഭം 1925 സേതു ലക്ഷ്മിഭായിയുടെ കാലഘട്ടത്ത് വൈക്കം ക്ഷേത്രത്തിലെ കിഴക്കേ നട ഒഴികെയുള്ള മറ്റു റോഡുകളിൽ കൂടി അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നു. ഇതേ തുടർന്ന് 1928 സേതുലക്ഷ്മിഭായിയുടെ കാലഘട്ടത്തിൽ തന്നെ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലെയും ചുറ്റുമുള്ള റോഡുകളിൽ കൂടി സഞ്ചാര സ്വാതന്ത്ര്യം അവർണർക്കും അഹിന്ദുക്കൾക്കും അനുവദിക്കുകയാണ്. പക്ഷെ അപ്പോഴും ക്ഷേത്രത്തിന് അകത്ത് കടന്നു വരുവാൻ ഹിന്ദുമതത്തിൽപ്പെട്ട താഴ്ന്ന സമുദായ അംഗങ്ങൾക്ക് പോലും കഴിയാത്ത സാഹചര്യം നിലനിന്നു. 1930കളിലേക്കായപ്പോൾ SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ SNDP യോഗത്തിന്റെ യുവജന വിഭാഗം TK മാധവൻ ആരംഭിച്ച ഈഴവ സമാജത്തിന്റെ വ്യക്തിത്വങ്ങൾ തങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചില്ലെങ്കിൽ തങ്ങൾ ഹിന്ദുമതത്തിൽ നിന്ന് മറ്റു മതങ്ങളിലേക്ക് ചേക്കേറുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ഒരു മതധ്രുവീകരണം ഉണ്ടാകും എന്നൊരു അപകടം മണത്തു. ഇത് തിരിച്ചറിഞ്ഞ തിരുവിതാംകൂറിന്റെ അപ്പോഴത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സമിതിയെ നിയമിച്ചു. ആ സമിതിയുടെ അധ്യക്ഷനായിരുന്നത് VS സുബ്രഹ്മണ്യ അയ്യറാണ്. VS സുബ്രഹ്മണ്യരുടെ നിർദ്ദേശപ്രകാരം VS സുബ്രഹ്മണ്യരുടെ കർശനമായ വേദങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം റിപ്പോർട്ട് നൽകി തിരുവിതാംകൂറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇത് ബോധ്യപ്പെട്ട തിരുവിതാംകൂറിലെ അപ്പോഴത്തെ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന നടപടികൾക്ക് തുടക്കം കുറിക്കുന്നു. അങ്ങനെ ക്ഷേത്രപ്രവേശനത്തിന് ആവശ്യമായ ഒരു വിളംബരം തയ്യാറാക്കുവാൻ തിരുവിതാംകൂർ രാജ്യം ഉള്ളൂർ S പരമേശ്വരയെ സമീപിക്കുകയാണ്. ഉള്ളൂർ S പരമേശ്വരയ്യർ ഈ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കി. അങ്ങനെ 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ജാതി വ്യത്യാസം കൂടാതെ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ദിവാൻ സ്ഥാനം വഹിച്ചിരുന്നത് സർ CP രാമസ്വാമി അയ്യർ തന്നെ. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്ഷേത്രപ്രവേശനം അനുവദിക്കുന്നത്, അതും തിരുവിതാംകൂർ നാട്ടുരാജ്യത്ത്.
അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ഇത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇത് അറിഞ്ഞ ഗാന്ധിജി കേരളത്തിലേക്ക് കടന്നു വരികയാണ് 1937. കേരളം സന്ദർശിക്കുകയും ക്ഷേത്രപ്രവേശന വിളംബരത്തെ അദ്ദേഹം ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് വിശേഷിപ്പിച്ചു. കൂടാതെ ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി എന്നും ഗാന്ധിജി വിശേഷിപ്പിക്കുകയുണ്ടായി. കൂടാതെ തിരുവിതാംകൂറിൽ ചെയ്ത ഈ കാര്യം മറ്റ് നാട്ടുരാജ്യങ്ങളിലേക്ക് കൂടെ വ്യാപിക്കണം എന്നൊരു ആഗ്രഹം കൂടെ ഗാന്ധിജി പങ്കുവച്ചു. അതിനുവേണ്ടി ഗാന്ധിജി സി രാജഗോപാലാചാര്യോട് ആവശ്യപ്പെട്ടു, മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായ ഇന്നത്തെ വടക്കൻ കേരളത്തിൽ അഥവാ മലബാറിൽ ജനങ്ങളുടെ ഒരു ആത്മഹിത പരിശോധന നടത്തുക. അത്തരത്തിലുള്ള പ്രവേശന നടപടികളുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന വടക്കൻ കേരളത്തിൽ അഥവാ മലബാർ മേഖലയിൽ നടത്തിയ വ്യക്തിത്വമാണ് ദേശീയ നേതാവായ സി രാജഗോപാലാചാരി. ഈ അവസരത്തിൽ സി രാജഗോപാലാചാരി തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ രക്തരഹിതവും അക്രമരഹിതവുമായ സമരം അഥവാ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചു. തിരുവിതാംകൂറിലെ ജാതി വ്യവസ്ഥകൾക്ക് അതീതമായി എല്ലാ ജനങ്ങളെയും ഒന്നായി കാണുന്ന തരത്തിൽ ഹിന്ദുമത വിശ്വാസത്തിലെ ജാതി വ്യത്യാസമന്യേ എല്ലാവരെയും ഒന്നായി കാണുന്ന തരത്തിൽ ഒരു പ്രഖ്യാപനമായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം. അതുകൊണ്ട് തന്നെ ഇതിനെ കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നു. അതിനുമൊരു കാരണമുണ്ട്. ഈ തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആസ്പദമാക്കിയിട്ടാണ് കൊച്ചി മഹാരാജ്യത്തും അതുപോലെ തന്നെ മലബാറിലും ക്ഷേത്രപ്രവേശന നടപടികൾക്ക് തുടക്കം കുറിക്കുന്നത്. തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖയാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് വിശേഷിപ്പിച്ചത് TK വേലുപ്പിള്ളയായിരുന്നു. തുടർന്ന് കൊച്ചി രാജ്യത്ത് 1947 ഡിസംബർ 20 അപ്പോഴത്തെ ഭരണാധികാരിയായിരുന്ന രാമവർമ്മ പരീക്ഷിത തമ്പുരാൻ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ക്ഷേത്രപ്രവേശന വിളംബരം പ്രാബല്യത്തിൽ വരാൻ 1948 വരെ കാത്തിരിക്കേണ്ടി വന്നു. എങ്കിലും ക്ഷേത്രപ്രവേശനം കൊച്ചിയിലും നടപ്പിലാക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ 11 പ്രവിശ്യകളിൽ ഒന്നായിരുന്ന മദ്രാസ് പ്രവിശ്യയിൽ 1947 ജൂൺ 12 ബ്രിട്ടീഷുകാർ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കുകയാണ്. മദ്രാസ് പ്രവിശ്യയിൽ ക്ഷേത്രപ്രവേശന വിളംബരം അവതരിപ്പിച്ചപ്പോൾ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായ മലബാറിലും ആ ക്ഷേത്രപ്രവേശനം പ്രാബല്യത്തിൽ വന്നു 1947 ജൂൺ 12 മുതൽ. അങ്ങനെ കേരളം പൂർണ്ണമായിട്ട് 1948 എന്ന വർഷത്തോടുകൂടി കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് പൂർണ്ണമായിട്ടും ക്ഷേത്രപ്രവേശനം എന്നൊരു ആവശ്യം നിറവേറ്റപ്പെട്ടു. ഈ ക്ഷേത്രപ്രവേശനം എന്നൊരു ആവശ്യം ആദ്യമായി ഉന്നയിച്ചത് ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു TK മാധവനാണ് 1918. അതുകൊണ്ട് തന്നെ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുടെ പിതാവെന്നോ പ്രയോക്താവെന്നോ നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. പക്ഷേ തിരുവിതാംകൂറിലും കൊച്ചിയിലും വടക്കൻ കേരളത്തിലെ മലബാറിലും ക്ഷേത്രപ്രവേശനം പ്രാബല്യത്തിൽ വന്നത് കാണുവാൻ TK മാധവന് കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം അതിനു മുൻപ് തന്നെ ഈ ലോകവാസം പോകിയിരുന്നു. ഈ ഒരു അവസരത്തിൽ ക്ഷേത്രപ്രവേശനം ജാതി വ്യവസ്ഥകൾക്ക് അതീതമായി എല്ലാ ഹിന്ദുക്കൾക്കും അനുവദിച്ച കേരള ചരിത്രത്തിലെ ഇന്ത്യക്ക് തന്നെ മാതൃകയായ, ഇന്ത്യയിലെ പല പ്രദേശത്തിനും മാതൃകയായ കേരളത്തിലെ ഈ വിളംബരത്തെ നമുക്കൊന്ന് ഓർമ്മിക്കാം. അതിനുവേണ്ടി പരിശ്രമിച്ച ധീരദേശാഭിമാനികൾക്ക് സല്യൂട്ട് നൽകാം. നന്ദി. Unacademy. Let's crack it.